ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും ഞങ്ങൾ ഹൃദയമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. നിങ്ങളേവരെയും മിറക്കുലസ് ആൻഡ് മിനിസ്ട്രിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അല്പസമയം നമുക്ക് പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഫാനി ജോസ്, നിങ്ങൾ പലരും അറിയുന്ന പോലെ ദൈവം കൊടുത്ത ഒരു പ്രത്യേക കഴിവാണ്. പ്രിയ പൈതലിനെ, 2 കണ്ണിനും കാഴ്ചയില്ലാത്ത പൈതലിനെ ദൈവം ഉപയോഗിക്കുന്ന വഴികൾ. ഫാനി, വുഡ് യു പ്ലീസ്? ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യമേറിയ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാട്ടെ. ഒരു പ്രാവശ്യം കൂടി ഈ മിറക്കിൾ ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രി എന്ന ഈ മീറ്റിംഗിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരുമിച്ച് ദൈവത്തിന്റെ നാമമായി നിങ്ങളുടെ മധ്യത്തിലായി പാതി ഒരുക്കുകയും അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ച് അവരുടെ ആത്മാവിലാലും ശക്തിയാലും നിറച്ച് അവർ വഴി നടത്തുമാറാകട്ടെ. തികഞ്ഞ പ്രാർത്ഥനയോടുകൂടെ അങ്ങേയറ്റം ദൈവാസാന്നിധ്യത്തോടെ ദൈവാശ്രയ ബോധത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് കടന്നു വരാം. ഒരുമിച്ച് ആരാധനയ്ക്കായി സമയങ്ങൾ ഒരുക്കാം. ഹല്ലേലൂയ. പ്രിയരെ, നമ്മൾ ആരാധിക്കുന്നത് ദൈവം പരിശുദ്ധനാണ്. ആമേൻ. നമ്മൾ ആരാധിക്കേണ്ടത് കർത്താവിന്റെ ആ വിശുദ്ധിയിലാണ്. ആ വിശുദ്ധി കണ്ട് ദൈവത്തെ നമ്മൾ ആരാധിക്കണം. ആമേൻ. ഹല്ലേലൂയ. ശരിയായ ആരാധന എന്ന് പറയുന്നത് ദൈവം പരിശുദ്ധൻ എന്ന് പറയുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. ആ ആരാധനയിൽ ദൈവത്തിന്റെ പ്രസാദം ഇന്ന് രാത്രിയിൽ ഉണ്ടാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇറങ്ങി നിൽക്കട്ടെ. ആമേൻ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ നമുക്ക് ആരാധിക്കാം. ദൂതന്മാരും സർവ്വസൃഷ്ടികളും വാഴ്ത്തുന്ന ഏക ദൈവം യേശു കർത്താവ്. ആമേൻ. ആമേൻ. ആ ദൈവത്തിന്റെ വിശുദ്ധിയിൽ നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ ആരാധിക്കാം. ചേർത്ത് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം, സ്തോത്രം യേശുവേ, സ്തോത്രത്തിന് എന്നും യോഗ്യനെ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. കർത്താവ് യോഗ്യനാണ്. കർത്താവ് സ്തുതികൾക്ക് യോഗ്യനാണ്. ബഹുമാനത്തിന് യോഗ്യനാണ്. അതുകൊണ്ട് നമുക്ക് പാടാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ചേർന്ന് അഭിഷേകത്തോടെ
സകലനാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ഭൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും ഏക ദൈവമേ. സകലനാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. നന്ദിയോടെ ദൈവം പരിശുദ്ധൻ, 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 ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. 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 പരിശുദ്ധനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, അവിടുന്ന് വിശുദ്ധിയിൽ ഭയങ്കരനാണ്, അങ്ങ് വിശുദ്ധിയിൽ മഹിമയുള്ളവനാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ദൈവക്കുഞ്ഞാടേ, നീ യോഗ്യൻ. യേശുവേ, നീ വലിയവൻ, അങ്ങ് വലിയവൻ, അങ്ങ് മഹോന്നതൻ. എന്റെ പ്രിയരെ, നിങ്ങൾ ഇരിക്കുന്ന ഓരോ വീടുകളുടെയും അകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇന്ന് രാത്രി ഈ ആരാധനയിൽ നിങ്ങളുടെ കണ്ണ് കൊണ്ടത് കാണും. ആമേൻ. ആ ദൈവ സാന്നിധ്യത്തെ നമ്മുടെ കണ്ണ് തുറന്ന് അനുഭവിച്ച് കാണുന്നവർ കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് കൈകൾ അടിച്ച് ആത്മശക്തിയോടെ കർത്താവിനെ പാടി ആരാധിക്കാനായി പോവുകയാണ്. വളരെ പഴയ പാട്ടാണ്, എല്ലാവർക്കും വളരെ സുപരിചിതമായ പരിചിതമായ പാട്ടാണ്. യാക്കോവിന്റെ ദൈവം എന്നും നമുക്കുള്ളവൻ, നമ്മളെ ജീവപര്യന്തം നമ്മളെ കാക്കും. നമ്മളെ ആമേൻ ജീവപര്യന്തം കാക്കുവാൻ ദൈവശക്തനാണ് എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. നമ്മുടെ സാക്ഷാൽ രോഗങ്ങളെ കർത്താവ് വഹിച്ചു. എല്ലാ വേദനകളും യേശു കർത്താവ് നമുക്ക് വേണ്ടി ചുമന്നു. അടിപ്പടികളാൽ കർത്താവ് നമുക്ക് സൗഖ്യം തന്നു. അതുകൊണ്ട് നമ്മളെ ഓരോ നിമിഷവും ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ആ ഇമ്മാനുവേലിനെ നമുക്ക് ഒന്നിച്ച് കൈകൾ അടിച്ച് ആരാധിക്കാം. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.
സ്വർഗീയ പിതാവേ, അവിടുത്തെ സാന്നിധ്യത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നിറവുകൾക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആഴിയുടെ നടുവിൽ ഞങ്ങൾ കടന്നു പോയാലും അതിൽ ഞങ്ങളെ കവിയുകയില്ല. ഹാലിലെ കടലിന്റെ തിരുമാലകൾ ഞങ്ങളുടെ ജീവിത യാത്രയിലെതിരെ ആഞ്ഞടിച്ചാലും കർത്താവ് ഞങ്ങളുടെ പടകിൽ അവിടുന്ന് ചാരെ ഉള്ളതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളും തളരാതെ നിൽക്കുവാനുള്ള ആത്മധൈര്യം, ആത്മവീര്യം അവരുടെ ജനത്തിന്റെ നടുവിലോടൊന്ന് പകരുന്നതിനാൽ സ്തോത്രം. നിത്യതയുടെ ദർശനത്തെ കർത്താവ് നൽകി അവിടുന്ന് അനുഗ്രഹിച്ച് അവിടുന്ന് ഒരുക്കുന്ന കൃപയ്ക്കായി പരിശുദ്ധാത്മാവിനാൽ അതിനു വേണ്ടി ഒരുക്കുന്നതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങെടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. Praise the Lord. Hallelujah. കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വിശിഷ്ട പാട്ടുപാടി ഞാൻ നേരത്തെ പലപ്പോഴും ഓർപ്പിക്കുന്ന പോലെ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത പൈതൽ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ആ 2 കണ്ണ് 2 കൈയെ നമ്മൾ എപ്രകാരം ഉപയോഗിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. കൂടുതൽ സമയം ഒട്ടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ നമ്മൾ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ ചേസ് ജോസഫ്, മലയാളക്കരയിൽ മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ വിവിധ ഭാഗങ്ങളിലും വചനവുമായി കടന്നു പോകുന്ന ഒരു കർത്തദാസനാണ്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും മീറ്റിംഗിൽ ക്ഷണിച്ചതിൽ എനിക്ക് ക്ഷണിച്ച ഒരു ഹോസ്റ്റ് എന്ന നിലയിൽ 1-2 വാക്കുകൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വളരെ അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്തദാസനാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, താൻ എന്ത് പ്രസംഗിക്കുന്നുവോ അത് തന്നെ തന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു. കർത്താവേ, വാട്ട് എവർ യു സേ ലോർഡ് ഓൾമൈറ്റി, ഹിയർ ആം ഐ. നമ്മൾ പലപ്പോഴും സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെയും അല്പസ്വല്പം ഡീവിയേഷനും ഷോർട്ട് കട്ടൊക്കെ എടുക്കും. കർത്താവ് ദാസൻ ജീവിതത്തിൽ ഡേ 1 ഓൺവേർഡ്സ് കർത്താവ് എന്തു പറയുന്നു, കർത്താവ് എന്ത് ആലോചന തരുന്നു, അത് ഹൃദയങ്ങളെ നോക്കാതെ, മനുഷ്യരുടെ മുഖം നോക്കുവാൻ ഇടയാകാതെ വ്യക്തമായും സ്പഷ്ടമായി പറയുവാൻ ഒരു കാഴ്ചപ്പാട് കർത്തദാസനാണ്. ആ കർത്തദാസന്റെ മീറ്റിംഗ് ഞാൻ അനേകം മീറ്റിങ്ങുകൾ യൂട്യൂബിൽ ആ മെസ്സേജ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ മധ്യത്തിൽ കടന്നു വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും സന്തോഷമായിരിക്കുകയാണ്. ഒട്ടും സമയം എടുക്കുന്നില്ല. പാസ്റ്റർ ചേസ് ജോസഫ്, യു ആർ മോസ്റ്റ് വെൽക്കം ടു മിറക്കുലസ് ഹാൻഡ്സ് ഓഫ് മിനിസ്ട്രി. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാൻ ഇന്ന് എത്ര സമയമാണെന്നും കൂടെ ഒന്ന് ഒന്ന് So you can take almost an hour, no problem. 1 മണിക്കൂർ എടുത്ത് കുഴപ്പമില്ല. ഫ്രം നൗ ഓൺവേർഡ്സ് അല്ലേ? Okay, that's fine, yeah. ടെസ്റ്റിമണി ആൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞതുകൊണ്ട് I am also inspired to share my testimony briefly. ശരിക്കും ടെസ്റ്റിമണി എന്ന് പറയുന്നത് ഞാൻ പല സ്ഥലത്തും വളരെ ബ്രീഫായിട്ട് ടെസ്റ്റിമണി പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും വളരെ ബ്രീഫായിട്ട് പറയാനുള്ള ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ. എൻ്റെ കോളേജ് ജീവിതകാലത്താണ് ഞാൻ കർത്താവിനെ കണ്ടുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ നവംബറിൽ 30 വർഷം, ഞാൻ കർത്താവിനെ അറിഞ്ഞ ശേഷം 30 വർഷം പൂർത്തിയായത് കഴിഞ്ഞ നവംബറിലാണ്. എനിക്ക് ഒറ്റ കാര്യം മാത്രം, അത് ഒരൊറ്റ വാക്കിൽ ഇതിനെ വിശദീകരിക്കുകയാണെങ്കിൽ, യേശു കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് എൻ്റെ അതുവരെയുള്ള എല്ലാ കാഴ്ചപ്പാടുകളെയും സ്വപ്നങ്ങളെയും ഇഷ്ടങ്ങളെയും എല്ലാം തകർത്തുകൊണ്ടാണ്. സാധാരണഗതിയിൽ കൂടുതൽ സ്വപ്നങ്ങൾ കാണാനല്ല, കർത്താവ് എന്ന ഏക സ്വപ്നം, ഏക ആഗ്രഹം, ഏക റിയാലിറ്റിയിലേക്ക് ആ കോളേജ് ജീവിതകാലത്താണ് ദൈവം എന്നെ നയിക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പം സാക്ഷ്യമെന്ന് പറയുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പാപസംബന്ധമായി മരിച്ച് നരകത്തിൽ എന്നേക്കുമായി പോകേണ്ടിയിരുന്ന, ദൈവക്രോധത്തിന് മുമ്പിൽ നിൽക്കേണ്ടിയിരുന്ന എനിക്ക് കർത്താവ് ആ ക്രോധത്തെ കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് എന്നെ വിടുവിച്ചു, എന്നെ മകനാക്കി മാറ്റി, എനിക്ക് പുതിയ ഒരു ജീവനും ആത്മീകമായ ആ പുതിയ ജീവൻ എനിക്ക് നൽകി എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരേ ഒരു സാക്ഷ്യം. Actually, testimony is testifying about Christ. Witnessing is witnessing Christ. ക്രിസ്തു എന്ത് ചെയ്യുന്നു ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സാക്ഷ്യം എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വാട്ട് യു അച്ചീവ്ഡ്, ഹൗ മച്ച് യു ഗാതേഡ്, എന്ത് നേടിയെന്നോ എന്ത് പറക്കി കൂട്ടിയെന്നുള്ളതിനേക്കാളും നമ്മളെല്ലാം പോകുന്ന കാലം, കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്ന കാലം, ഒന്നുമില്ലാതെ നമ്മൾ നിസ്സഹായരായി മാത്രമേ പോവുകയുള്ളൂ. എത്ര ഗ്യാദർ ചെയ്താലും വി വിൽ ഹാവ് only our life, nothing else. അപ്പോൾ യഥാർത്ഥത്തിൽ വാല്യൂ ഉള്ളത് എന്തിനാണ്, യഥാർത്ഥത്തിൽ അബ്സല്യൂട്ട് ആയത് എന്താണ്, യഥാർത്ഥത്തിൽ പെർഫെക്റ്റ് ആയത് എന്താണെന്ന് ആ വിദ്യാഭ്യാസ കാലത്ത് വളരെ എങ്ങായിരിക്കുമ്പോൾ ദൈവം എന്നെ കാണിച്ചു തന്നുള്ളതിന് ഞാൻ എപ്പോഴും കർത്താവിന് നന്ദി പറയുന്നു. ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇറ്റ്സ് ഓൾവേസ് എ ബ്ലെസ്സിങ് ടു നോ ക്രൈസ്റ്റ് വെൻ വി ആർ യങ്. നമ്മൾ ഒത്തിരി പേരും പ്രായമായവരൊക്കെയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിലും, കാരണം ഇനി എങ്ങോട്ട് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു ക്രോസ് റോഡ്സിൽ നിൽക്കുന്ന ചെറിയ പ്രായത്തിൽ തന്നെ I think I was blessed to be called into his ministry. ഞാനൊരു സെൽഫ് റൈച്ചസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോൾമാർക്ക് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്, ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് എൻ്റെ സെൽഫ് റൈച്ചസ്നെസ് ആയിരുന്നു. എല്ലാവരും സെൽഫ് റൈച്ചസ് ആണ് ഒരു പരിധിവരെ. സെൽഫ് റൈച്ചസ് എന്ന് സ്വയം നീതീകരിക്കുന്ന, സ്വയം നീതിമാൻ എന്ന് വിചാരിക്കുന്ന. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു ഇത്തിരി ടോക്സിക് ആയിട്ടുള്ള, പോയിസണസ് ആയിട്ടുള്ള ഒരു ഫോമായിരുന്നു. ഞാൻ നീതിമാനാണ് എന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ അനീതിക്കെതിരെ പ്രവർത്തിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ക്ഷമിക്കാൻ പറ്റാത്ത, ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത, ആരെയും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എല്ലാം എൻ്റെ ഇഷ്ടത്തിൽ നടക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാത്ത ആൾക്കാരെല്ലാം തെറ്റാണ് എന്ന് ഞാൻ കരുതുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സുഹൃത്ത് പോലും എൻ്റെ ചെറുപ്പത്തിലുണ്ടായിട്ടില്ല. ആര് സുഹൃത്തായാലും അതെൻ്റെ ടേംസിലാണ്. ആര് വരാനാണ് അങ്ങനെ? എല്ലാവർക്കും അവരുടെ ആത്മാഭിമാനമുണ്ട്. പക്ഷെ രക്ഷിക്കപ്പെടുന്ന മോമെന്റിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവരിലേക്കാൾ എല്ലാം വലിയ പാപി ഞാനാണ്. എനിക്ക് ലഭിച്ച ദൈവകൃപ പോലെ ഇന്ന് രാവിലെ ഞാൻ നോക്കിയ പുസ്തകം, ഞാൻ വായിക്കാറില്ല ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ പുസ്തകങ്ങളെങ്കിലും, ഗ്രേസ് അബൗണ്ടിങ് ഓൺ ദ ചീഫ് ഓഫ് സിന്നേഴ്സ്, ജോൺ ബെനിൻ എഴുതിയ. ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയായിരുന്നു. ഓരോ വിശ്വാസി എപ്പോഴും പറയുന്ന ഏറ്റവും വലിയ സാക്ഷ്യം, ഐ ആം അൺവർതി യോ ലോർഡ് ടു സ്റ്റാൻഡ് ബിഫോർ യു, only your grace is what sustain me. ദൈവത്തിനു മുമ്പിൽ നിൽക്കുവാൻ എന്നെ യോഗ്യനാക്കിയ ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. വളരെ കാഷ്വലായിട്ട് ആണ് ഞാൻ സുവിശേഷം കേൾക്കുന്നത്. ഞാൻ പലപ്പോഴും പ്രസംഗത്തിലൊക്കെ കേട്ടിട്ടുണ്ട് അതിനു മുമ്പ്. എങ്കിലും ആ സാക്ഷ്യം, എന്നോടൊരു സഹോദരൻ പറഞ്ഞ ആ ഒരു കൺവിൻസിങ് ആയിട്ട് എൻ്റെ ഹൃദയത്തോട് കർത്താവ് ഇടപെടുകയും കർത്താവിൻ്റെ ഹൃദയത്തെ മാറ്റുകയും ചെയ്തു. ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് ഇതിനകത്ത് പറയുവാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല. ദ ലോർഡ് ചേഞ്ച്ഡ് മൈ ഹാർട്ട്, ദ ലോർഡ് ഗേവ് മീ എ ന്യൂ ഹാർട്ട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. ഞാൻ അന്ന് മനസ്സിലാക്കിയ ചില പാഠങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ എത്ര സ്വയം നന്നാകാൻ ശ്രമിച്ചാലും നമ്മൾ നന്നാവുകയില്ലെന്നും, നന്നായി എന്ന് നമ്മൾ വിചാരിക്കും തോറും മറ്റുള്ളവരെ ദുഷിക്കുന്നവരും സ്നേഹിക്കാൻ പറ്റാത്തവരുമായിട്ട് നമ്മൾ മാറുമെന്നുമാണ് എനിക്ക് മനസ്സിലായത്. ലോകത്തിലുള്ള ഏത് പ്രമാണങ്ങൾ നമ്മൾ അനുസരിച്ച് നന്നാകാൻ ശ്രമിച്ചാലും, ഇപ്പോൾ ഉദാഹരണത്തിന് വഴിയിൽ കിടക്കുന്ന ഒരു 100 രൂപ നിങ്ങൾ കണ്ടാൽ, ആ 100 രൂപ എന്ത് ചെയ്യണം? ഏറ്റവും സത്യസന്ധനായ ആൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 100 രൂപ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയോ, 100 വേണ്ട, ഇത്തിരി കൂടിയിരുന്നോട്ടെ, ഒരു 500 രൂപ ആയിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും അതോറിറ്റി ഏൽപ്പിക്കുകയോ ഒക്കെയാണ് ചെയ്യേണ്ടത്. അതേസമയത്ത് അത് പോക്കറ്റിൽ വെച്ചേക്കാം, ഇതിനി ആരും എടുത്തുകൊണ്ട് പോകാനില്ല എന്ന് വേണേൽ കരുതി പോക്കറ്റിൽ വെക്കുകയും ചെയ്യാം, ചിലവാക്കുകയും ചെയ്യാം. ചുമ്മാ കിട്ടിയതല്ലേ, എന്നാൽ എന്തെങ്കിലും വാങ്ങിച്ച് ചിലവാക്കിയേക്കാം. അതിന് കണക്കില്ലാത്ത പൈസയാണല്ലോ, വെറുതെ കിട്ടിയതാണല്ലോ, വല്ലതും കഴിച്ചേക്കാം, ഒരു ബിരിയാണി കഴിച്ചേക്കാം എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. ഓരോ മനുഷ്യനും എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളതും അവർ വളർന്നു വന്ന സാഹചര്യത്തെ ആസ്പദമാക്കിയിരിക്കും.
ചെറുപ്പത്തിലെ മാതാപിതാക്കൾ അവരെ പഠിപ്പിച്ച സന്മാർഗ ബോധത്തെ ആസ്പദമാക്കിയിരിക്കും. ഓരോ സാഹചര്യങ്ങളോടും നമ്മൾ പ്രതികരിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു പരിധി വരെയാണ് കാരണമാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻസ്. ഈ ഡിസിഷൻസ് വരുന്നത് നമ്മുടെ പ്രകൃതിയിൽ നിന്നാണ്. ഞാൻ എന്ത് തീരുമാനമെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്നാണ് എൻ്റെ വിചാരമെങ്കിലും ശരിക്കും ഞാനല്ല. എൻ്റെ മനസ്സാണ്, എൻ്റെ ശരീരമാണ്, എൻ്റെ വികാരങ്ങളാണ്, എൻ്റെ ട്രെയിനിങ് ആണ്. അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ട്രെയിനിങ് ആണ്. അങ്ങനെ ഞാനെന്ന് പറയുന്ന ഒരാൾ അനേകം പ്രോസസ്സിലൂടെ ഉണ്ടായി വന്നതാണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കൊച്ചിനെ നോക്കിയാൽ ആ കൊച്ചു ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അവൻ്റെ ജനിതക ഘടന, പാരമ്പര്യം, അതുപോലെ അവനെ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യം, ഇങ്ങനെ അനേകം കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു മനുഷ്യൻ പെരുമാറുന്നത്, ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ നമ്മൾ ബ്ലെയിം ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയാൾക്ക് അങ്ങനെ പറ്റൂ. അയാൾ വളർന്നു വന്ന സാഹചര്യം ഞാൻ വളർന്നു വന്നതുപോലെ അല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ചെറുപ്പത്തിൽ വളരെ മാതാപിതാക്കൾ വളരെയധികം ഉപദ്രവിച്ചിട്ടുള്ള, അല്ലെ അമ്മയോ അപ്പനോ വളരെയധികം ഉപദ്രവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവരോട് വെറുപ്പ് ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടും തിരിച്ച് പ്രതികരിക്കാൻ പറ്റും. ഒത്തിരി കുഞ്ഞുങ്ങൾ അങ്ങനെയുണ്ട്. അവരുടെ അപ്പം വന്ന് അല്ലെങ്കിൽ അമ്മ വന്ന് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നതിനെ അടിക്കുമെന്ന് പറയുമ്പോൾ വടിയെടുത്ത്, അപ്പം ഇവന് തിരിച്ചു തല്ലാൻ പറ്റത്തില്ല. കാരണം സമൂഹം അതിനെ അനുവദിക്കുന്നില്ല. ദേഷ്യം ഉണ്ടെങ്കിലും കടിച്ചമർത്താൻ മാത്രമേ അവന് പറ്റുള്ളൂ. തിരിച്ചു രണ്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കിട്ടും. കാരണം ഹീസ് വീക്ക്. ഹി ഡസ് നോട്ട് ഹാവ് ദ ഫിസിക്കൽ സ്ട്രെങ്ത് ടു കോംബാറ്റ് ഹിസ് ഫാദർ ഓർ മദർ. അപ്പോൾ അവനതങ്ങ് സഫർ ചെയ്യും. ഈ സഫറിങ് ഒത്തിരി ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, പ്രായമാകുമ്പോൾ ഒരു പക്ഷേ, എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല, ഒരു പക്ഷേ അധികാരമെടുത്ത് ഇങ്ങ് വാട എന്ന് പറയുന്നവനോട് ഇവൻ ദേഷ്യപ്പെടും. അവൻ്റെ ഉള്ളിൽ ആ പക, അപ്പനോടുള്ള പക, അമ്മയോടുള്ള പക വെളിയിലേക്ക് വരും. ചിലപ്പോൾ നല്ല വർത്താനം പറയും. ഹി വിൽ ബി അൺഫിറ്റ് ടു ഹാൻഡിൽ സച്ച് സിറ്റുവേഷൻസ്. ഇപ്പം എന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പാപം തന്നെയാണ്. പക്ഷെ അവൻ അങ്ങനെ പെരുമാറാനുള്ള കാരണം അവൻ വളർന്നു വന്ന സാഹചര്യം, അവനെ വളർത്തിക്കൊണ്ടുവന്ന ആളുകളുമാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം എന്ന് പറയുന്നത്, ഒരാളും ഒരാളെക്കാളും നല്ല ആളല്ല, നല്ലവരല്ല. എല്ലാ മനുഷ്യരിലും ഒരു ഡിപ്പോസിറ്റ് ഉണ്ട്, ഒരു ആദമിക് ഡിപ്പോസിറ്റ്. ആദമിക് ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന പാപമാണ്. അതില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. നമ്മുടെ പൂർവ്വപിതാവ് ആദം നമുക്ക് തന്ന ഏറ്റവും വലിയ ശിക്ഷയെന്നോ ശാപമെന്നോ ഒക്കെ പറയാവുന്ന ഒരു ഡിപ്പോസിറ്റ്, ദാറ്റ് ഇസ് സിൻ. ഇവിടെ കൂടിയിരിക്കുന്ന 75 പേർക്കും അത് ഒരുപോലെയാണ്, ആ പാരമ്പര്യ പാവം എന്ന് പറയുന്നത്. പക്ഷെ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, വെളിയിൽ വരുന്നത് പല രീതിയിലാണ്. അത് അവരുടെ ജനിതഘടനയെ അടിസ്ഥാനമാക്കിയും അവർ വളർന്നു വന്ന സാഹചര്യം അടിസ്ഥാനമാക്കിയിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം അങ്ങനെയല്ല കണ്ടുകൊണ്ടിരുന്നത്. എൻ്റെ നീതി പ്രവൃത്തികൾ എൻ്റെ സ്വന്തമാണ് എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ മറ്റുള്ളവരെക്കാൾ നല്ലവനായതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതെല്ലാം പാപത്തിൻ്റെ ഫലമാണെന്നും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനുള്ള എൻ്റെ ഒരു വഴി മാത്രമാണെന്നും എനിക്ക് രക്ഷിക്കപ്പെട്ട ശേഷമാണ് മനസ്സിലായത്. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായത് രക്ഷിക്കപ്പെട്ട ശേഷമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷമുണ്ടായ ഫ്രണ്ട്സ് ഇന്നും ഫ്രണ്ട്സാണ്. സഹോദരങ്ങളെ പോലെയാണ്. കാരണം അവിടെ അവരും ഞാനും തമ്മിൽ എല്ലാം പാപികളാണ്. ഈ നമ്മൾ യെശയ്യാവിൻ്റെ കഥ വായിക്കുമ്പോൾ യെശയ്യാവിനും കുറച്ച് സെൽഫ് റൈറ്റസ്നെസ് ഉണ്ടായിരുന്നിരിക്കും ആദ്യ ഭാഗത്ത്. പക്ഷെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പം യെശയ്യാവ് പറയുന്നൊരു വാക്യം ഇതാണ്: ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ളൊരു മനുഷ്യൻ. അത് സ്വന്തം പാപത്തിൻ്റെ റിയലൈസേഷനാണ്. ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ളവരുടെ ഇടയിൽ വസിക്കുന്നു. അതിനർത്ഥം ഞങ്ങളെല്ലാം കണക്കാണ്. നോ വൺ ഈസ് പർട്ടിക്കുലർലി ബെറ്റർ. ഉപദേശിയായാലും ഇരിക്കുന്നവരായാലും എല്ലാം ഒരുപോലെയാണ്. നമ്മൾ പെന്തക്കോസ്തിൽ ഒരു ഫീലിംഗ് ഉണ്ട്, ഈ ഉപദേശിമാരെ കുറച്ച് ബെറ്ററാണ് ബാക്കിയുള്ളവരെക്കാൾ. ഞാനത് വിശ്വസിക്കുന്നു.
അവർക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവർക്ക് ലഭിച്ച കൃപാവരമാണ്. ശുശ്രൂഷിക്കാനുള്ള കൃപാവരം. കൃപാവരം സൗജന്യമാണ്. അതായത് നല്ലവരായതുകൊണ്ട് കിട്ടുന്നതല്ല. എസെൻഷ്യലി ഓൾ മെൻ ആർ ഈക്വൽ. ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ഈക്വൽ ഇൻ ദർ എബിലിറ്റി ടു നോ, ഇൻ ദാറ്റ് ഇൻഹറന്റ് സിൻ. ആ അകത്തുള്ള ആന്തരിക ഇന്നർ സിൻ, ആ പാപത്തിന്റെ ഡിപ്പോസിറ്റിനെ വെച്ച് നോക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. അപ്പോൾ പാസ്റ്റേഴ്സ് കുറച്ച് ബെറ്റർ ആണോ? നോ. ഈ പാസ്റ്റേഴ്സിന് പറ്റുന്ന ഒരു പ്രശ്നം ഈ സെൽഫ് റൈച്ചസ്നെസ് ആണ്. അപ്പൊ അവരെപ്പോഴും മറ്റുള്ളവരെക്കാൾ നല്ലതായിട്ട് അഭിനയിക്കേണ്ട ഒരു ബാധ്യത അവർക്കുണ്ട്. ഒരു ശുശ്രൂഷകൻ പലപ്പോഴും ഇത്തിരി അയാൾ മറ്റുള്ളവരെക്കാൾ ഇത്തിരി ബെറ്റർ ആണ് എന്ന് കാണിക്കാൻ പരിശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം, ക്രിസ്തു അല്ലാതെ ആരും മഹിമയ്ക്ക് യോഗ്യനല്ല. വേറെ ഒരു നീതിമാനുമില്ല. വേറെ ആരും നല്ലതല്ല. വേറെ എല്ലാവരും കൃപ വേണ്ട പാപികളാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അത് ഭയങ്കര ഡെലിവറൻസ് ആണ്. നമ്മുടെ അഹങ്കാരം, ഞാൻ എന്നുള്ള ഭാവം, ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള, മിക്കാറ് ആൾക്കാർ ടെസ്റ്റ് മണി കേൾക്കുമ്പോൾ തല കറങ്ങിപ്പോകും. ഓ, ഇവന് യേശു ക്രിസ്തുവിനേക്കാളും ഭയങ്കരനാണല്ലോ എന്ന് വിചാരിക്കും. കാരണം അവർ ചെയ്ത പ്രവൃത്തികളാണ്. ഞാൻ അത് ചെയ്ത്, എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, ഒരു വകയും ദൈവത്തിന് മുമ്പിൽ ചെയ്തു എന്ന് എനിക്ക് ബോധ്യമില്ല. ഒന്നും ചെയ്തതെന്ന് ബോധ്യമില്ല. അങ്ങനെ ബോധ്യം ഉണ്ടാകാൻ പറ്റത്തില്ല. ബിക്കോസ് ഞാൻ അതിന് ഒരു സാക്ഷി അനുഭവം കൂടെ ഞാൻ പറയാം. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പ്രായമായ ഒരു അപ്പച്ചനുണ്ടായിരുന്നു. മരിച്ചുപോയി. അദ്ദേഹം മരിച്ചു പോകുന്ന 88-ാം വയസ്സിലാണ്. 87 വയസ്സുള്ളപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തോട് ഞങ്ങളുടെ സഭയിലുള്ള ഒരു സഹോദരൻ ചോദിച്ചു, ഏതെങ്കിലും ഒരു കാര്യം നന്നായി ചെയ്തു എന്ന് ഈ 88 വയസ്സിലെ ജീവിതത്തിൽ പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒന്നുമില്ല മോൻ. യേശു ആയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും അല്ല. ഓൾവേസ്, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, യേശു ആയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു. That gap between Christ and me is so glaring. യേശു ആയിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നോ സംസാരിക്കുന്നത്? അല്ലായിരുന്നു. എനിക്ക് അപ്പുറത്തിരിക്കുന്ന ആൾ ഇപ്പുറത്തിരിക്കുന്ന ആളെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഐ നീഡ് ടു ഗെറ്റ് ദാറ്റ് ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ക്രിസ്തുവിനെ ആയിരിക്കണം. അപ്പോൾ ക്രിസ്തുവിനെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എത്രയോ ഒന്നുമില്ലാത്തവരാണ്. സ്റ്റിൽ വി ആർ കൗണ്ടഡ് ആസ് ചിൽഡ്രൻ ബൈ ഗോഡ്. ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെ നമ്മളെയും മക്കളായി ദൈവം കാണുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നീതിയുടെ വെളിപ്പാട് നമുക്കുണ്ടാകുമ്പോൾ നമ്മളെല്ലാം പാപികളാണെന്നുള്ള എസെൻഷ്യലി സിന്നേഴ്സ്, ഇൻഹറന്റ്ലി സിൻ കാരിയേഴ്സ് ആണെന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് ബോധ്യം ഉണ്ടായി കഴിയുമ്പം നമ്മുടെ കാഴ്ചപ്പാട് ലോകത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും സുവിശേഷതയെക്കുറിച്ചും അതിൻ്റെ എമർജൻസിയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറിപ്പോകും. ഇന്ന് സംഭവിച്ചിരിക്കുന്നത്, നീ നല്ലവനായി ജീവിച്ചാൽ ദൈവം നിനക്ക് കാശ് തരും, സമ്പത്ത് തന്ന് അനുഗ്രഹിക്കുമെന്നുള്ള ഒരു വാഗ്ദത്തമാണ്. നീ വിശ്വസ്തനായിരുന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇത് പഴയ നിയമത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ആവർത്തന പുസ്തകത്തിൽ പറയുന്നത്, നീ പ്രമാണങ്ങളെല്ലാം അനുസരിച്ചാൽ നിന്നെ ഞാൻ ദേശത്ത് മാനിക്കും. അങ്ങനെ കുറേ അനുഗ്രഹങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും കാണുമ്പോഴും ഞാൻ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ കർത്താവ് പറഞ്ഞെങ്കിലും യേശു ക്രിസ്തു അല്ല, പഴയ നിയമത്തിൽ തന്നെ, യേശു ക്രിസ്തുവിൻ്റെ കാലം വരുന്നതിന് മുമ്പ് തന്നെ പഴയ നിയമത്തിൽ തന്നെ ദൈവത്തിൻ്റെ അഭിഷേകം കിട്ടിയ ഒരാൾ പോലും ഇതൊന്നും അനുഭവിച്ചിട്ടില്ല. പൊതുജനത്തിന് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടെങ്കിലും അഭിഷേകമുള്ളവർക്ക് ആർക്കും അത് കിട്ടിയിട്ടില്ല. ഹാബേൽ നല്ല യാഗം കഴിച്ചിട്ട് അവൻ അമേരിക്കയിൽ പോകാൻ പറ്റിയോ? ഇല്ല, അന്ന് തന്നെ മരിച്ചു. അത്രയും നല്ല യാഗം കഴിച്ച ആരുമില്ല.
അത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു യാഗമായിരുന്നു. മോശെ അത്രയും വലിയ പ്രവാചകൻ, മഹാനായ പ്രവാചകൻ, കനാൻ ദേശത്ത് പോലും എത്തിയില്ല. ഒരു മലയിൽ ആരും അറിയാതെ ബറി ചെയ്യപ്പെട്ടു. അന്ന് മോശ മരിച്ച സമയത്ത് ഒരു ശവസംസ്കാര ശുശ്രൂഷ നടത്തിയിരുന്നെങ്കിൽ ഒരു 100-200 പേരെങ്കിലും മോശ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും മോശ നടന്നതിനെക്കുറിച്ചും പറയുമായിരുന്നു. ദൈവം ഒന്നിനും അവസരം കൊടുത്തില്ല. ഹീ ബറീഡ് മോസസ്. ഒന്നുമില്ലാത്തവനായി എവിടെയോ മരിച്ചു. നിങ്ങൾ പ്രവാചകന്മാരുടെ ജീവിതം വായിച്ചു നോക്കി, ഒരാൾ പോലും കിടക്കയിൽ സമാധാനമായി കിടന്ന് മരിച്ചില്ല. അഭിഷേകം കിട്ടിയവരുടെ കഥ ഏതായിരുന്നു? രാജാക്കന്മാരൊഴിച്ച്. ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് അനുഗ്രഹങ്ങൾ എന്ന് പറയുന്ന മുഴുവൻ ഈ ലോകത്ത് വരുന്ന കാര്യങ്ങളാണെന്നാണ്. ഞാൻ വിശ്വാസം സ്വീകരിക്കുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ജീവിച്ചിരുന്ന ഒരു കാലത്തായിരുന്നു. കോളേജിൽ പഠിക്കുന്നു, ഹോസ്റ്റലിൽ താമസിക്കുന്നു. 800 രൂപ 765 രൂപ മറ്റായിരുന്നു ഹോസ്റ്റൽ ഫീസ് ഒരു മാസം. അന്ന് 765 രൂപ മാസം അപ്പൻ അയച്ചു തരണം. പുള്ളി 1000 രൂപ അയക്കും. സാമ്പത്തികമായി ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നില്ല. എനിക്ക് രോഗങ്ങളില്ല, ക്ലാസ്സിലോ കോളേജിലോ പ്രശ്നങ്ങളില്ല. വളരെ കംഫർട്ടബിളായിട്ട് ജീവിക്കുന്ന സമയത്താണ് ഞാൻ കർത്താവിൻ്റെ രക്ഷയെ കണ്ടുമുട്ടുന്നത്. സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു വേദന, കഷ്ടത, അങ്ങനെ എന്തെങ്കിലും ഒരു കഷ്ടതയാകുന്ന ദൂതനെ എന്തെങ്കിലും ഇട്ടാണ് കർത്താവ് മനുഷ്യരെ പിടിക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പവും എനിക്ക് ഇല്ല എന്ന് ചിന്തിക്കുന്ന, ഞാൻ ഏറ്റവും നന്നായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്താണ് നീ വെറും പൊട്ടനാണെന്നും ഒന്നുമില്ലാത്തവനാണെന്നും ദരിദ്രനാണെന്നും കർത്താവിനെ കാണിച്ചു തരുന്നത്. എൻ്റെ പിതാവ് പണമുള്ള ആളൊന്നും ആയിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് പണം അയച്ചുകൊണ്ടിരുന്നത്, ബിക്കോസ് ഫ്രം ഹിസ് പെൻഷൻ. പക്ഷെ എനിക്കൊരു ദുഃഖമറിയാതെയാണ്, അതായത് ഐ ഹവ് നെവർ നോൺ ദ പെയിൻ ഇൻ മൈ ലൈഫ്. ഒരു മിഷണറി ആകുന്നത് വരെ, ഒരു സുവിശേഷ വേലക്കാരനാകുന്ന വരെ ഞാൻ ശരിക്കും ജീവിതത്തിന്റെ വേദനകൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊരു ഇത്തിരി കൃഷി സ്ഥലം ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഒരു തൂമ്പ എടുക്കാൻ പോലും എൻ്റെ അപ്പൻ സമ്മതിച്ചിട്ടില്ല. സോ ഐ നെവർ ന്യൂ ദ പെയിൻ ഓഫ് ലൈഫ് അൺടിൽ ഐ വാസ് ബോൺ അഗെയിൻ. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയ ജീവിതത്തിൽ നിന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, ഇതല്ല ലൈഫ്. കഴിഞ്ഞ ദിവസം ഒരു അലംനി മീറ്റിങ്ങിൽ അതെൻ്റെ ഒരു അങ്കിളിൻ്റെ കൂടെ ഞാൻ പങ്കെടുത്തു. അപ്പോൾ അവിടെ ഇരുന്ന ഒരാൾ പറഞ്ഞാണ്, ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും മരുഭൂമിയിൽ മന്ന പറിക്കിയതുപോലെയാണ്. ചിലർ പോയി PhD എടുക്കും, ചിലർ ലക്ഷങ്ങൾ സമ്പാദിക്കും, കോടികൾ ഉണ്ടാക്കി വയ്ക്കും. പക്ഷെ മരിക്കാൻ നേരത്ത് എല്ലാവർക്കും ആ ഒരു നാഴിയിൽ ഇത്തിരി കാണുള്ളൂ. എത്ര പറക്കിയാലും we die helplessly. എല്ലാവർക്കും ആ ഒരു ഒറ്റ നാഴി, അതേ ഉള്ളൂ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്ത് പഠിച്ചാലും, എത്ര സ്കോളർ ആയാലും, എത്ര ലാംഗ്വേജ് നിങ്ങൾ കൈകാര്യം ചെയ്താലും, തലയിൽ ഒരു തേങ്ങ വീണാൽ, എവിടെയെങ്കിലും തലയിൽ നിരിച്ചാൽ, നമ്മളാ പഠിച്ചത് റിസർച്ച് ചെയ്തതിനു വേണ്ടി മുടക്കിയ ലക്ഷങ്ങൾ, കോടികൾ എല്ലാം പോയി. നമ്മൾ അഹങ്കരിക്കുന്ന എഡ്യൂക്കേഷൻ, നമ്മൾ അഹങ്കരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം വെറും ഒന്നുമില്ലാത്തതാണ്. ഏത് സമയത്തും പോകാവുന്നതാണ്. കോടികൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാർക്ക് എവിടെ വെച്ചേക്കുന്ന ഓർമ്മയില്ല. ഉണ്ടെന്ന് തന്നെ, കാശുണ്ടെന്ന് തന്നെ ഓർമ്മയില്ലാത്തവർ. ഈ ഒത്തിരി പ്രായമാകുമ്പോൾ നമുക്ക് ഓർമ്മകൾ ചെറുപ്പത്തിലായിരിക്കും കൂടുതൽ. അന്നത്തെ കഷ്ടപ്പാടുകൾ ഓർക്കെങ്കിൽ അവസാനം പൈസ വെച്ചേക്കുന്ന എവിടെയാണെന്നോ പാസ്വേഡ് എന്താണെന്നൊക്കെ മറന്നു പോകാം. ലൈഫ് അതുപോലെയാണ്. വി മേ നോട്ട് എൻജോയ് എവറിത്തിങ് ദാറ്റ് വി മേക്ക്.
അപ്പോൾ ഈ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ പെരിഫറൽ വ്യൂ നോക്കിയാൽ ഒന്നുമില്ല. പക്ഷെ അത് അങ്ങനത്തെ ഒരു വെറും ലൈഫ് അല്ല താനും ദൈവം നമുക്ക് തന്നേക്കുന്നത്. അതിനകത്തൊരു ബ്യൂട്ടി ഉണ്ട്. ആ ബ്യൂട്ടി എന്ന് പറയുന്നത് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ലൈഫ് ശരിക്കും മീനിങ് ഫുൾ ആകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ സമൃദ്ധിയായ ജീവൻ തരാനാണ് വന്നിരിക്കുന്നത്. അബണ്ടന്റ് ലൈഫ്. യോഹന്നാന്റെ സുവിശേഷം എനിക്ക് വളരെ പ്രധാനപ്പെട്ട, എല്ലാം വളരെ പ്രധാനപ്പെട്ടാണ്. ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്ന ലേഖനങ്ങളിൽ നിന്നാണെങ്കിലും യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഞാൻ ഈ പ്രസംഗം തുടങ്ങിയത് 2010. അന്നൊക്കെ പ്രസംഗിക്കുന്ന മുഴുവൻ യോഹന്നാന്റെ സുവിശേഷമായിരുന്നു. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ 20-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് വായിച്ചിട്ട് യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുവാനും വിശ്വസിച്ചിട്ട് നിത്യജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. The purpose of that gospel itself is to give us eternal life through the word of God. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ മുഴുവൻ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ജീവൻ. തുടങ്ങുന്നതിന് എവിടെയാണ്? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്താൽ അവന് ജീവനുണ്ട്, ഇല്ലെങ്കിൽ അവന് ജീവനില്ല. ഞാൻ എൻ്റെ ആടുകൾക്ക്, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നു. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നതിനും സമൃദ്ധിയായി ഉണ്ടാകുന്നതിനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഓൾ എവ്രിതിങ് അബൌട്ട് ലൈഫ്. ആ ലൈഫ്, ഈ ലൈഫ് എന്ന് പറഞ്ഞ എന്ത് ലൈഫിനെ കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്? 2 തരത്തിൽ നമുക്ക് ലൈഫിനെ കാണാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാപത്തിന്റെ സ്റ്റാമ്പ് കിട്ടിയ ആ ആദമിക ജീവൻ. ഈ ആദമിക ജീവൻ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിയും വികാരങ്ങളുമാണ്. വി ലീവ് ബൈ അവർ ഇന്റലിജൻസ് ആൻഡ് ബൈ അവർ ഇമോഷൻസ്. ഇപ്പൊ ഇന്റലിജൻസും ഇമോഷൻസും നമ്മളോട് എന്ത് പറയുന്നു? അതായത് ബുദ്ധിയും വികാരങ്ങളും നമ്മളോട് എന്ത് പറയുന്നു? അതാണ് ആദമിക ജീവൻ എന്ന് പറയുന്നത്. ഈ ആദമിക ജീവന്റെ ഒരു പ്രത്യേകത, ചിലർ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും, ചിലർ ഭയങ്കര ഫെയിലിയർ ആയിരിക്കും. ഈ സക്സസ്ഫുൾ ആകുന്നത് മനസ്സ് പറയുന്ന കേൾക്കുന്നവരും, തോറ്റുപോകുന്ന മിക്കവാറും ശരീരം പറയുന്ന കേൾക്കുന്നവരുമാണെന്നാണ് പറയുന്നത്. ശരീരം എന്തൊക്കെയാ പറയുന്നത്? ശരീരം എന്ന് പറയുന്നത് വികാരങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. അതായത് ഇൻഹറൻ്റ് ആയിട്ടുള്ള, നമ്മുടെ ഉള്ളിലുള്ള ഇന്നേറ്റ് ആയിട്ടുള്ള ഇമോഷൻസ്. ഫോർ എക്സാമ്പിൾ, ദേഷ്യം. ഇപ്പം നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകാൻ സാധ്യത വളരെ കുറവാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്നവരാണെങ്കിൽ സക്സസ്ഫുൾ ആകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പം മനസ്സിൻ്റെ കൺട്രോൾ ഈ കൺട്രോൾ എക്സർസൈസ് ചെയ്യാൻ പറ്റുന്നയാൾ, അതായത് മൈൻഡ് നിയന്ത്രണത്തിലുള്ള ഒരാളാണ് സക്സസ്ഫുൾ ആകുന്നത്. ചെറുപ്പത്തിലിരുന്ന് പഠിക്കുമ്പം ശരീരം എൻജോയ്മെന്റ് ആഗ്രഹിക്കുന്നു, ഡോപ്പമിൻ അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ആഗ്രഹിക്കുന്നു. ശരീരം പറയും കുറച്ചു നേരം ഒരു കസേര ഇരുന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ ക്രിക്കറ്റ് കാണാം. മൈൻഡ് പറയും നാളെ 2 ആഴ്ച കഴിയുമ്പോൾ എക്സാമാണ്, പഠിക്കുക. പക്ഷെ അത് ബോറാണ്, അവിടെ ഡോപ്പമിൻ ഇല്ല, പഠിക്കാൻ ശരീരത്തിന് ഇഷ്ടമില്ല. അപ്പോൾ അവിടെ മനസ്സിൻ്റെ കമാൻഡ്സ് കേൾക്കുന്ന, ഒബേ ചെയ്യുന്ന ആൾക്കാരെ സക്സസ് ആകത്തുള്ളൂ. ശരീരത്തിൻ്റെ പ്രവണതകൾ അനുസരിച്ച് പോകുന്ന ഒരു ജീവിതത്തിന് മുഴുവൻ പരാജയപ്പെടും. അപ്പൊ ശരീരത്തെ മനസ്സ് ജയിച്ചാൽ മാത്രമേ നമുക്ക് ഏത് പ്രവൃത്തിയും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളൊരു കോംപ്രമൈസ് ഉണ്ട്. വിനോദം, വിജ്ഞാനം, പഠിത്തം, അധ്വാനം, റെസ്റ്റ്. ഇങ്ങനെ ആധുനിക ജീവൻ എന്ന് പറയുന്നത് ചിലർ മനസ്സിനാലും ചിലർ ശരീരത്താലും നിയന്ത്രിക്കപ്പെടുകയും അവരെല്ലാവരും ചിലർ സക്സസ് ആവുകയും ചിലർ തോറ്റുപോവുകയും ചിലർ നിരാശിതരായി ജീവിക്കുകയും ചിലർ ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യും. ഇതെല്ലാം സംഭവിക്കുന്നതിന് കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതായത് രാജ്യത്തിൻ്റെ ഭരണഘടനയല്ല,
നമ്മുടെ ഇമോഷണൽ ആൻഡ് ഫിസിയോളജിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ എങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും അത്. അപ്പൊ ചില ആൾക്കാർ വിചാരിക്കും, ഓ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം എനിക്കിഷ്ടം പോലെ കാശ് വന്നു. വേറെ ചിലർ പറയും, എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു പ്രയോജനമില്ല, ഒന്നും കിട്ടിയില്ല, അങ്ങനെ പറയുന്നവരില്ലേ? അപ്പോൾ ഇതെല്ലാം ആധുനിക ജീവന്റെ പ്രത്യേകത. അതിനകത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കാത്തവരുണ്ട്, കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുണ്ട്, സക്സസ്ഫുൾ ആകുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ആ ആദാമ്യ പാപജീവിതം അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ജീവിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ ആയിരുന്നു, ഞാനും അങ്ങനെ ആയിരുന്നു. ഞാൻ കുറച്ചൊക്കെ സക്സസ്ഫുൾ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ബുദ്ധിമുട്ടുകളില്ലായിരുന്നു. അക്കാഡമിക്കലി സക്സസ്ഫുൾ ആയിരുന്നു. ഐ എൻജോയ്ഡ് ദാറ്റ് ഗുഡ് തിങ്സ് അറൗണ്ട് മീ. പക്ഷെ അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഇതൊന്നും ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടേതാണ്, തീർന്നു പോകുന്നതാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം വായിക്കുമ്പം അവിടെ കർത്താവ് പത്രോസിനോട് പറയുന്നു 17-ാം വാക്യത്തിൽ, യോഹന്നാന്റെ മകനെ ശീമോനെ, ബർയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. പത്രോസ് നല്ല ഗമ ആയി, കൊള്ളാം, ഞാൻ ഇത്രയും ഒക്കെ നേടിയെടുത്തു എന്ന സന്തോഷത്തിരിക്കുമ്പോൾ 23-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. ഒരു 7 വാക്യം കഴിഞ്ഞപ്പോഴേക്കും ഈ ഭാഗ്യവാനായ പത്രോസ് ഇടർച്ചയായെന്ന് മാത്രമല്ല, സാത്താനുമായി മാറി. സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. ഈ സാത്താൻ എങ്ങനെയായത് പത്രോസ്? ഒറ്റ കാര്യം അവിടെ പറയുന്നുള്ളൂ, അവൻ എന്തായാലും സാത്താൻ വർഷിപ്പിന് പോയില്ല. നമുക്കറിയാവുന്ന ആ കാലത്ത് അതൊന്നുമില്ല. പിന്നെ യേശുവിനെ തള്ളി പറഞ്ഞോ? ഇല്ല, സ്നേഹം കൂടിയതേ ഉള്ളൂ. കാരണം കർത്താവ് പുകഴ്ത്തി പറഞ്ഞപ്പോഴേ, നമുക്ക് ആര് പുകഴ്ത്തി പറഞ്ഞാലും നമുക്ക് അവരോട് സ്നേഹം കൂടും. ഇപ്പം നിങ്ങളേലും വീട്ടിൽ പോയി നല്ല ആഹാരമൊക്കെ കഴിച്ചിട്ട് അവിടുത്തെ അമ്മച്ചിയോടോ അമ്മമ്മയോടോ പറഞ്ഞു വയ്ക്കും, നല്ല ഫുഡായിരുന്നു കേട്ടോ എന്ന് പറയുമ്പം ചിലപ്പോൾ അവർ പറയായിരിക്കും, ഓ അതൊന്നും ഇല്ല സാർ, ഇന്നത്ര ശരിയായില്ല. ഇന്നത്ര ശരിയായില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പണ്ടൊക്കെ ഇതൊന്നും അല്ലെന്നാ, ഇപ്പോഴത്തെ ഇത്. അപ്പോൾ അതിനകത്തൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. ഈ എൻജോയ്മെൻ്റ് നമ്മൾ പുകഴ്ത്തി പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്നേഹമായിരിക്കും. നമ്മളെ പുകഴ്ത്തി പറഞ്ഞു നാളെ എന്തെങ്കിലും വെച്ചു കൊടുക്കണമെന്ന് ഇവർക്ക് തോന്നുകയും ചെയ്യും. കാരണം ആ പുകഴ്ത്തൽ നമ്മുടെ ഈ ആധുനിക സോളിന് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ അല്ലേ? ശരിയല്ലേ? പല ആൻറ്റിമാരും ചിന്തിക്കുന്നുണ്ട്, ഇതൊക്കെ പുള്ളി എങ്ങനെ അറിഞ്ഞു. കറക്റ്റാണ്, നമ്മുടെ എല്ലാ ലൈഫ് അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ്റെ ആണ്. ഇവിടെ യേശുവിനെ ഭയങ്കരമായിട്ട് പത്രോസിന് ഇഷ്ടപ്പെട്ടു, സ്നേഹമായി. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ യെരൂശലേമിലേക്ക് പോകുന്നു, അവിടെ വെച്ച് ഞാൻ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് സഹിക്കാൻ പറ്റില്ല. സ്നേഹം കൂടിപ്പോയുണ്ടോ? നമ്മൾ ഈ സ്നേഹം കൂടുമ്പോഴാണ് ആൾക്കാർ നമ്മളെ നന്മ ചെയ്യുന്നത് തടയുന്നത്. കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയോട് എൻ്റെ അപ്പം പറഞ്ഞത്, ഇവൻ ഞാൻ പറഞ്ഞൊന്നും അനുസരിക്കാതെ ഇങ്ങനെയായി, പക്ഷെ ഒരു ഉപകാരം നീ എനിക്ക് ചെയ്യണം. ഇവൻ കല്യാണം കഴിഞ്ഞിട്ട് സുവിശേഷയിലേക്ക് ബീഹാറിന് പോകാന്ന് പറഞ്ഞ് നടക്കുകയാണ്, അത് നീ തടയണം. എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ ബീഹാറിലെങ്ങാനും കിടന്ന് മരിച്ചാൽ അവിടെ വന്ന് കാണാനോ നിങ്ങളുടെ ബോഡി കൊണ്ടുവരാനോ എന്നെ കൊണ്ട് പറ്റിയില്ല. മര്യാദയ്ക്ക് നാട്ടിൽ താമസിച്ചാൽ മതി. ഇത് സ്നേഹം ഉള്ളതുകൊണ്ടാണോ ഇല്ലാത്തതുകൊണ്ടാണോ? നമ്മളെ സ്നേഹിക്കുന്നവരാ നമുക്ക് ഏറ്റവും വലിയ പാര. അവർ നമ്മൾ ഒന്നിനും വിടില്ല. റിസ്ക് ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മളെ വിടത്തില്ല, വേദനിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്കും വിടില്ല. അതാണ് പത്രോസിന്റെ മൈൻഡ്. അതാണ് ഇന്ന് പല മാതാപിതാക്കളുടെ മൈൻഡ്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു മോള് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി, മിഷണറി വേലയ്ക്ക് പോയി. അവിടെ അപ്പനും അമ്മയും പ്രാർത്ഥിച്ച്, ഒരു പാസ്റ്ററെ കൊണ്ട് തലയ്ക്ക് വെച്ച് പ്രാർത്ഥിപ്പിച്ച് മിഷണറി ആയിട്ട് പറഞ്ഞു വിടുന്ന ഭൂതം ഇറങ്ങിപ്പോകാൻ വേണ്ടി. പാസ്റ്റർ പറഞ്ഞ് സിമ്പിളായിട്ട് ഇറക്കി വിടാൻ.
അപ്പനമ്മ അനുസരിച്ച് വീട്ടിൽ കാരണം ഒരു മിഷണറി ആയിട്ട് കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിൽ ഏത് സമയത്ത് മരിച്ചു പോകുന്ന ഒരു ദേശത്തേക്ക് ഒരു മകനെ മകളെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ചിന്തിക്കാം. ദാറ്റ് ലവ് ബ്ലൈൻഡ്സ് ദം ടു ദ ലോർഡ്സ് വേസ്. ഇപ്പൊ പത്രോസ് അങ്ങനെയായിരുന്നു. പത്രോസ് ആരായി മാറി? സാത്താനായി മാറിയത് എങ്ങനെയാണ്? സ്നേഹം കൂടിപ്പോയതാണ്. ഈ സ്നേഹം, കർത്താവിനോട് ഉള്ള സ്നേഹം കൂടിപ്പോയപ്പോഴാണ് അവൻ സാത്താനായി മാറിയത്. എന്തുകൊണ്ടാണ് ഈ സ്നേഹം കൂടിപ്പോയത്? ആ വാക്യം ഇങ്ങനെ പറയുന്നേ, സാത്താനെ എന്നെ 21 വാക്യം, സാത്താനെ എന്നെ വിട്ടു പോകും, നീ എനിക്ക് ഇടർച്ചയാകുന്നു. അതിന്റെ കാരണം നീ ദൈവത്തിനുള്ളതല്ല ചിന്തിക്കുന്നത്, നീ ദൈവത്തിനുള്ളതല്ല കരുതുന്നത്, മനുഷ്യർക്കുള്ളതാണ് കരുതുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവവും സാത്താനും തമ്മിലൊരു കോമ്പറ്റീഷൻ ഒരിക്കലും ഇല്ല. ദൈവവും മനുഷ്യനും തമ്മിലാണ് കോമ്പറ്റീഷൻ. പെന്തക്കോസ്തുകാർ പൊതുവെ വിചാരിക്കുന്നത് സാത്താനും ദൈവം തമ്മിൽ ഭയങ്കര പോരാട്ടമാണ്. സാത്താനും ദൈവം തമ്മിൽ ഒരു പോരാട്ടമില്ല. സാത്താനോട് പോടാന്ന് പറഞ്ഞാൽ അവൻ പോയി. നിന്നെ ഞാൻ അഗ്നിക്കകത്തിടുന്ന് പറഞ്ഞാൽ തീർന്നു. നമ്മളെ പരീക്ഷിക്കാൻ വരാൻ പോലും ദൈവത്തിന്റെ പെർമിഷൻ സാത്താന് വേണം. സാത്താൻ ഒരിക്കലും ദൈവത്തിനൊരു എതിരാളിയൊന്നുമല്ല. ഈ പെന്തക്കോസ്തിലെ ചില പാസ്റ്റർമാർ അങ്ങനെ എതിരാളിയാക്കി വെച്ചിട്ടുണ്ട്. നിന്റെ പോരാട്ടമാണ്, അത് ഇതുകൊണ്ടാണ്, സാത്താൻ വന്നാണ് പോരാടുന്നതെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ദാറ്റ്സ് നോട്ട് റിയാലിറ്റി. മനുഷ്യൻ, ഈ മനുഷ്യന്റെ രാജ്യം, മനുഷ്യന്റെ അധികാരം, ഇന്ന് കണ്ടോ ലോകം മുഴുവൻ മനുഷ്യൻ അധികാരം പിടിച്ചെടുക്കുന്ന എങ്ങനെയാണ്? അവൻ ജീവൻ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന സാധനങ്ങളെ ഉണ്ടാക്കി വിട്ടിട്ട് പറയാണ്, ഞാൻ ഉണ്ടാക്കിയത് കണ്ടോ, അത് നടക്കുന്ന കണ്ടോ ദൈവമേ, നീ ഉണ്ടാക്കിയതിനേക്കാൾ സ്പീഡ് നടക്കുന്ന കണ്ടോ, നീ ഉണ്ടാക്കിയതിനേക്കാൾ ഗഹനമായി ചിന്തിക്കുന്നത് കണ്ടോ, നീ ഉണ്ടാക്കിയ വസ്തുക്കളെക്കാൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന കണ്ടോ, നീ ഉണ്ടാക്കിയത് ചെയ്സ് എന്ന് പറഞ്ഞ ഒരുത്തന്, അവൻ എന്തെല്ലാം രോഗങ്ങളായിരിക്കും അറിയത്തില്ല. എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ ഈ ഹോസ്പിറ്റലൊന്നും അങ്ങനെ കയറാറില്ല, തീരുമാനമൊന്നുമല്ല, അങ്ങനെ പോകാറില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എന്തൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഈ മനുഷ്യനുണ്ടാക്കി വെക്കുന്നതിന് ആ പ്രോബ്ലം ഒന്നുമില്ല. എല്ലാം ഭയങ്കര സൂപ്പർ സാധനങ്ങളാണ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല, ട്യൂമർ ഉണ്ടാവില്ല, ക്യാൻസർ ഉണ്ടാവില്ല, ചിപ്പ് മാറ്റി വെച്ചാൽ മതി. അപ്പൊ ആരാ നല്ല സൃഷ്ടിതാവ്? ഇനി ആരാ കൂടുതൽ സ്നേഹിക്കുന്നത്? ക്രിസ്ത്യാനികള് ഹോമോസെക്ഷൽസിനെ സ്നേഹിക്കുന്നില്ല, പാപം ചെയ്ത് ജീവിക്കുന്നവരുടെ കൂടെ പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാ വൃത്തികെട്ടവരെയും എല്ലാ വൃത്തികേടിനെയും സ്നേഹിക്കുന്നു. അപ്പൊ ആർക്കാ സ്നേഹം കൂടുതൽ? ഇത് ക്രിസ്ത്യാനിറ്റിക്കെതിരുള്ള ഒരു വലിയ ചലഞ്ചാണ് ഈ മനുഷ്യന്റെ ഫിലോസഫി. മാൻ, ഹ്യൂമൻ ബീയിങ്, ഹീസ് എൻ എനിമി. പത്രോസ് എങ്ങനെയാ കർത്താവിന്റെ എനിമി ആയത്? കർത്താവിന്റെ എനിമി ആയത് അവൻ മനുഷ്യരുടെ കാര്യങ്ങൾ കരുതി. നെറ്റ് എന്തോ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നല്ലോ. ലൈനിന്റെ പ്രശ്നമായിരിക്കും. വെയിറ്റ് ചെയ്യാം, യു വിൽ കം ബാക്ക്. ഇവിടെ പ്രശ്നമില്ല, പാസ്റ്റർ ലൈനിന്റെ പ്രശ്നമായിരിക്കും. നാട്ടിൽ എപ്പോഴും നെറ്റ് പ്രശ്നമുണ്ടല്ലോ, വൈഫൈ. അതെ അതെ അതെ. വെയിറ്റ് ചെയ്യാം. സ്തോത്രം 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രക്തം ജയം, ദൈവ കൃപ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അപ്പച്ച സ്തോത്രം. രക്തം ജയം, ദൈവ കൃപ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവമേ, കർത്താവേ, കൃപ. പരിശുദ്ധ ദൈവമേ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഓക്കെ,
ഓക്കെ. കുഴപ്പമില്ല. That's okay. നമ്മുടെ പാവം ഇന്ത്യയിലെ ബ്രോഡ്ബാൻഡ് കണക്ഷനൊക്കെ എങ്ങനെയാണ്? ഓക്കെ, ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഇതൊക്കെ കട്ടായി പോകും. ഓൾറൈറ്റ്. അപ്പൊ ദൈവിക ജീവന്റെ സമൃദ്ധി എന്ന് പറയുന്നത് ഒരിക്കലും ലോകത്തിന്റെ സമൃദ്ധിയുമായിട്ട് അതിന് ബന്ധമില്ല. ഏറ്റവും ആനന്ദത്തോടെ ജീവിക്കുവാൻ നമുക്ക് വേണ്ടത് ഈ ലോകത്തുള്ള ഒന്നുമല്ല. നമുക്ക് അതിനു വേണ്ടി ഒരു 2 വാക്യങ്ങളോട് വായിക്കാം. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2 പത്രോസ് 1-ാം ഒന്നിന്റെ അധ്യായത്തിൽ ഞാൻ വായിക്കാം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയ 3-ാം വാക്യം മാത്രം മതിയോ? മതി. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. ഈ സമൃദ്ധിയായ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വേണ്ടതൊക്കെയും കിട്ടുന്നതിനെയാണ് സമൃദ്ധിയായ ജീവൻ എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് ഇവിടെ നമ്മുടെ സാമ്പത്തിക സമൃദ്ധിയുടെ സുവിശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എനിക്കിപ്പം ഒരു പുതിയ കാർ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ നേരെ ചെന്ന് കടയിലോട്ട് ചെല്ലുക, വാങ്ങിക്കുക. അത് സമൃദ്ധിയാണ്. എന്താഗ്രഹിച്ചാലും നമുക്ക് വാങ്ങിക്കാം. പുതിയ ഫോൺ വേണോ, മേടിക്കാം. അപ്പൊ അത്രയും കാശ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സമൃദ്ധിയാന്ന് പറയും. വേണ്ടതൊക്കെ, തോന്നുന്നതൊക്കെയും, ആഗ്രഹം തോന്നുന്നതൊക്കെയും, അതിനെയാണ് സമൃദ്ധി എന്ന് പറയുന്നത്, അല്ലേ? ആവശ്യത്തിൽ കൂടുതലുണ്ട്, ആവശ്യത്തിനുണ്ട്, എന്തിനും, ഫുഡ്, എന്തും, വീട്, സകലതും. ഓക്കെ, ഇവിടെ നോക്കിക്കേ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പൊ ഈ ജീവനും ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന ജീവൻ എന്ന് പറഞ്ഞാൽ ആഹാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വസ്ത്രം. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞായറാഴ്ച ചർച്ചിൽ പോകണമെങ്കിൽ കാശ് വേണമല്ലോ, സ്തോത്രം ഇടാൻ കാശ് വേണമല്ലോ. ഇപ്പൊ ജീവനുള്ളതുമായി ഭക്തിക്കുള്ളതുമായി ഇങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പിന്നെ ഈ വാക്ക് ശ്രദ്ധിച്ചത്, അവന്റെ പരിജ്ഞാനം ജീവനും ഭക്തിക്കുമുണ്ട്. പിന്നെ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞാൽ തന്റെ മഹത്വത്താലും വീര്യത്താലും നല്ല, തന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചവനാണ്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പം കോൾഡ് ടു ഹിസ് ഗ്ലോറി ആൻഡ് ഹിസ് എക്സലൻസ്, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ 1:3 ഇങ്ങനെയാണ്. His divine power has granted to us all things that pertain to life and godliness through the knowledge of him who called us to his glory and excellence. അവന്റെ മഹത്വത്തിലേക്കും പെർഫെക്ഷനിലേക്കും മനോഹരത്വത്തിലേക്കും നമ്മെ വിളിച്ചിരിക്കുന്നവന്റെ പരിജ്ഞാനമനുസരിച്ച് ജീവിക്കാൻ വേണ്ടതെല്ലാം, ദൈവഭയത്തോടെ ജീവിക്കാൻ വേണ്ട എല്ലാ റിസോഴ്സസും അവന്റെ ഡിവൈൻ പവറിനാൽ നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ എന്താണ് ഈ സമൃദ്ധിയായ ജീവൻ? യേശുവിനെ പോലെ ജീവിക്കാൻ, ആ പരിജ്ഞാനത്തിൽ ജീവിക്കാൻ. എന്താണ് ഈ പരിജ്ഞാനം? വാട്ട് വുഡ് ജീസസ് ഡു? അതിനാണ് നമ്മുടെ പരിജ്ഞാനം എന്ന് പറയുന്നത്. എൻ്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇപ്പം ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് എൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത്, ക്രിസ്തു ആയിരുന്നു ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ എന്ത് സംസാരിക്കുമായിരുന്നു എന്ന് എനിക്ക് ആത്മാവ് വെളിപ്പെടുത്തരുന്നതിനാണ് ഞാൻ പരിജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ശത്രുവിനെ കാണുമ്പോൾ, ഒരു ലോകത്തിൻ്റെ സാഹചര്യങ്ങളെ നേരിടുമ്പോൾ യേശു ക്രിസ്തു എങ്ങനെ അതിനെ നേരിടുമായിരുന്നോ അതിനെ അങ്ങനെ തന്നെ നേരിടാൻ എന്നെ സഹായിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് എനിക്ക് തരുന്നതിനാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. വാട്ട് വുഡ് ജീസസ് ഡു ഇഫ് ഹി വെയർ ഇൻ മൈ പ്ലേസ്? ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ, പ്രാർത്ഥിച്ച ശേഷം യേശു കർത്താവ് കാശ് എത്ര തരുമെന്ന് നോക്കി നിൽക്കുമായിരുന്നോ? ഇല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ക്രൈസ്റ്റ്. സുവിശേഷ വേല ചെയ്തിട്ട് ഇതിന് പ്രതിഫലം എന്തെങ്കിലും ഈ ലോകത്ത് കിട്ടുമെന്ന് വിചാരിക്കുമായിരുന്നോ? ഇല്ല. എത്ര പേര് കാശ് കൊണ്ട് തരുമെന്ന് നോക്കുമായിരുന്നോ? ഷെയ്ക്ക് ഹാൻഡ് വരുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നോ? ഇല്ല, ഒന്നും നോക്കില്ലായിരുന്നു. എല്ലാം കർത്താവിനെ തൃപ്തിപ്പെടുത്തിയത് എൻ്റെ പിതാവിൻ്റെ ഹിതം ചെയ്യുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം വാസ് സഫിഷ്യൻറ്റ് ടു സാറ്റിസ്ഫൈ ഹിം.
അങ്ങനെ ജീവിക്കണമെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി കൊണ്ട് പറ്റത്തില്ല. കാരണം നമ്മുടെ പാപ മനുഷ്യന് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡിവൈൻ പവർ വേണം, ദൈവത്തിന്റെ ശക്തി വേണം. അത് ക്രിസ്തുവിന്റെ പരിജ്ഞാനമായി നമുക്ക് ലഭിക്കുകയും കൂടെ വേണം. അപ്പോൾ അങ്ങനെ ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോൾ അതനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാം അവൻ്റെ ആത്മാവിനെ നമുക്ക് തരുന്നു. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, മഹാദാരിദ്ര്യത്തിലാണെങ്കിലും യേശുക്രിസ്തു എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കാൻ നമുക്ക് ഡിവൈനായിട്ടുള്ള ശക്തി. ഉപദ്രവത്തിന് നടുക്കാണെങ്കിലും, രോഗത്തിലാണെങ്കിലും, പ്രയാസത്തിലാണെങ്കിലും, എന്തു ദുഃഖത്തിന് നടുവിലും യേശുവിൻ്റെ അതേ സന്തോഷം അനുഭവിക്കാൻ മാത്രം സമൃദ്ധിയായ ജീവൻ എന്ന് പറയുന്നത്. ദർ ഇസ് നത്തിങ് ലാക്കിങ്. കർത്താവ് സംസാരിക്കുന്നതിന് കുറവില്ല, ആശ്വസിപ്പിക്കുന്നതിന് കുറവില്ല, പ്രസൻസിന് കുറവില്ല. ഈ സമൃദ്ധി ഭയങ്കര രസകരമാണ്. 2019 കോവിഡ് വന്നത്. 2019 തുടങ്ങിയപ്പോൾ തന്നെ 2020 വരെയുള്ള എൻ്റെ കലണ്ടർ മുഴുവൻ കംപ്ലീറ്റ് ആയി. ഒരു ദിവസം പോലും ഇല്ലാത്ത രീതിയിൽ ഏകദേശം ഫുള്ളായി. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഹ്റിൻ, സൗദി അറേബ്യ, അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ, അയർലൻഡ്, ഇംഗ്ലണ്ട്, ഇത്രയും രാജ്യങ്ങൾ വൺ ബൈ വൺ ആണ്. അപ്പം ഞാനിങ്ങനെ കർത്താവിനോട് പറയാം, എൻ്റെ കർത്താവേ, ഇത്രയും രാജ്യങ്ങളിൽ എന്നെ പറഞ്ഞു വിടാൻ നിനക്ക് പാപിയായ എന്നോട് തോന്നിയ കരുണ, ഇത്രയും പേരോട് നിന്റെ സുവിശേഷം പറയാൻ, സാക്ഷ്യം നിൽക്കുവാൻ. കർത്താവ് പറഞ്ഞു, അതൊക്കെ എനിക്ക് സിമ്പിൾ. നിന്നെ റോക്കറ്റിൽ കയറ്റിവിടുക പോലും എനിക്ക് സിമ്പിളാണ്. ഒരു വാക്ക് പറഞ്ഞാൽ മതി. പക്ഷെ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് എൻ്റെ പുത്രനെ എനിക്ക് തരേണ്ടി വന്നത്. ഏറ്റവും വില കൊടുത്തത് നിന്നെ അമേരിക്ക കൊണ്ടുപോകാനോ ഓസ്ട്രേലിയ കൊണ്ടുപോകാനൊന്നും അല്ല ഞാൻ വില കൊടുക്കുന്നത്. നിന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവരാനാണ്. അതിനുവേണ്ടി എൻ്റെ പുത്രനെ നൽകേണ്ടി വന്നു. നീ അതോർത്ത് മാത്രം സ്തോത്രം ചെയ്താൽ മതി എന്നോട് പറഞ്ഞു. അത് ഓർക്കുമ്പോൾ മാത്രം നമുക്ക് സ്തോത്രം ചെയ്യാൻ, കർത്താവേ എന്തൊരു അത്ഭുതം എന്ന് പറയുന്നു. ബാക്കിയൊന്നും അത്ഭുതമല്ല. But the Son of God could come down and die for a sinner, a worm like me. അതിനേക്കാൾ വലിയൊരു മിറാക്കിൾ എന്താ ഉള്ളത്? ദാറ്റ്സ് ദ മിറാക്കിൾ. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനിവിടെ തളർന്നി കട്ടിലേ കിടന്നാലും യുവർ ജോയ് ആൻഡ് ദ സാൽവേഷൻ, ദാറ്റ്സ് ഇനഫ് ഫോർ മീ ടു പ്രൈസ് യു. ഞാൻ എങ്ങും പോയില്ല. കോവിഡ് ആയതുകൊണ്ട് ആ റൂമിൽ ഇരുന്നു. എക്സാക്ട്ലി ലൈക്ക് ദ ലോർഡ് ടോൾഡ് മീ. ആ റൂമിൽ തന്നെ ഇരുന്നു, ആ വീട്ടിൽ തന്നെ ഇരുന്നു. ട്രാവൽ ബാൻ, എങ്ങോട്ടും പോകണ്ട. പക്ഷെ നേരിട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരോട് സംസാരിച്ചു. സൂം എന്ന മാന്ത്രിക സ്പേസിലൂടെ ഇപ്പം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കോവിഡ് ഇല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ സംസാരിക്കുന്നില്ല. ദൈവത്തിൻ്റെ വഴികൾ അത് ഭയങ്കരമാണ്. We have nothing, but we have everything. We are never cowed down. We are never pushed away. കാരണം ഒന്നുമില്ലായെങ്കിലും എല്ലാം സമൃദ്ധിയാക്കുവാൻ ദൈവത്തിന് സാധിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ? നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബട്ട് being a child of God, full of His Spirit, rejoicing in the Spirit, ആ സമൃദ്ധി ലോകത്തിൽ വേറെ ഒരിടത്തും നമുക്ക് ലഭിക്കില്ല. ഈ സമൃദ്ധിയായ ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഷ്ടങ്ങളിൽ ആനന്ദിക്കാൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റിസോഴ്സസ് ഇല്ലാത്തവരായിട്ട് തോന്നുന്ന പല സന്ദർഭങ്ങളുണ്ട്. ചിലർ വലിയ കടത്തിലായിരിക്കും. കടം വന്നു കഴിയുമ്പോൾ അവർ വിചാരിക്കും, അയ്യോ, ഇതെങ്ങനെ വീട്ടും, റിസോഴ്സസ് ഇല്ല. പക്ഷെ അത് ഫിനാൻഷ്യൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അടുത്ത് നമുക്കിങ്ങനെ റിസോഴ്സ് ഇല്ലാതെ പകച്ചു നിന്നിട്ടുണ്ടാവും. ഭാര്യ ഭർത്തൃബന്ധം, ഭാര്യയോ അല്ലെ ഭർത്താവോ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലാത്തൊരു സാഹചര്യം. ഭർത്താവ് എപ്പോഴും ചീത്ത പറയുന്നു, വഴക്കുണ്ടാക്കുന്നു. പക്ഷെ ഭർത്താവിനെ സ്നേഹിക്കാൻ കർത്താവ് പറയുന്നു, ഉള്ളിൽ സ്നേഹം വരുന്നില്ല. അല്ലെ ഭാര്യയെ സ്നേഹിക്കാൻ കർത്താവ് പറയുന്നു, ഉള്ളിൽ സ്നേഹം വരുന്നില്ല.
റിസോഴ്സ് ഇല്ല. അപ്പോൾ അവർ പറയുന്നത് എന്താ, എനിക്ക് അത്ര സ്നേഹമില്ല ബ്രദറെ, നിങ്ങളൊക്കെ പറയുന്ന കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല അയാളുടെ കൂടെ ജീവിക്കാൻ. റിസോഴ്സ് ഇല്ല. നിങ്ങളെ തല്ലിക്കൊണ്ടിരിക്കുന്ന, ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പോയി കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? ഭയങ്കര റിസോഴ്സ് വേണം. നിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്കെതിരെ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ സന്തോഷമായിട്ട് ചിരിക്കാൻ പറ്റുമോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയം കൊണ്ട് പറയാൻ പറ്റുമോ? പറ്റണമെങ്കിൽ ഭയങ്കര സമൃദ്ധി വേണം നമുക്ക്. ആ സ്നേഹത്തിന്റെ സമൃദ്ധി നമ്മുടെ ഉള്ളിൽ വേണം. അതായത് എനിക്ക് ഒരിക്കലും പറയാനിടയാവില്ല, അവൻ്റെ കൂടെ മാത്രം എനിക്ക് പറ്റത്തില്ല, അവനോട് മാത്രം സംസാരിക്കില്ല, ഇങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ആ അബണ്ടൻസ് എന്ന് പറയുന്നത് ഏത് യൂദാ ഇസ്കരിയോത്തയുടെയും വായിൽ അപ്പം വീഞ്ഞിൽ മുക്കി വെച്ചു കൊടുക്കാൻ മാത്രമുള്ള സമൃദ്ധിയാണ്. ആരെയും കൊണ്ട് നമ്മൾ മടുത്തു പോവുകയില്ല. സമൃദ്ധിയാണ്. നമുക്കില്ല എന്ന് തോന്നുകയില്ല. മക്കളോട് വാശി, അമ്മായിപ്പനും അമ്മായിയും അങ്ങോട്ടും ഇങ്ങോട്ടും, പെരുമക്കൾ എല്ലാം പാപികളായ ആധുനിക സന്തതികളാണ്. അവരെ സ്നേഹിക്കാൻ കർത്താവിൻ്റെ ഹൃദയം നമുക്ക് ലഭിച്ചാൽ, ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ എന്ത് സമൃദ്ധിയായിട്ടാണ് വരുന്നത്. ഇപ്പൊ ട്രൂ അബണ്ടൻസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ആ ജീവിതത്തിന്റെ സമൃദ്ധിയാണത്. ഭയങ്കര സമൃദ്ധമായൊരു ലൈഫ്, ഒരു കുറവില്ല. ഇനി ആ സമൃദ്ധിക്കുള്ള വേറൊരു വശമാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ വലിയ കാര്യമായ പണമൊന്നുമില്ല, പക്ഷെ ഒരാൾ സഹായം ചോദിച്ചു വരുന്നു. ഈ സഹായം ചോദിച്ചു വരുമ്പം എൻ്റെ കൈ എടുത്തു കൊടുക്കാൻ എനിക്ക് സമൃദ്ധി വേണം. കോടികൾ ഉണ്ടായിട്ട് കാര്യമില്ല, അത് കൊടുക്കണമെങ്കിൽ അതിനൊരു സമൃദ്ധി നമ്മുടെ ഹൃദയത്തിലുണ്ടാണ്, അല്ലേ? മനസ്സിലാകുന്നതാണ്. കാശ് കയ്യിലുണ്ടെങ്കിലും ചെലവാക്കാത്ത ആൾക്കാരുണ്ട്, അവർക്ക് സമൃദ്ധിയില്ല. എന്തുകൊണ്ട് സമൃദ്ധി ഇല്ലാത്ത? നായ എവിടെ ചെന്നാലും നക്കി കുടിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ അവരെവിടെ ചെന്നാലും അവരുടെ കയ്യിൽ പൈസ തീരുമെന്ന് പേടിച്ചു പോകുന്നതുകൊണ്ട് അവർക്ക് സമൃദ്ധിയായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരാൾ കാശ് ചോദിച്ചാൽ കൊടുക്കാൻ പേടിയാ. 10 ലക്ഷം രൂപ കയ്യിൽ ഇരിപ്പുണ്ട്, അതിൽ 5 രൂപ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ 9,995 രൂപ ആവുമല്ലോ, 5 രൂപ കുറയുമല്ലോ എന്ന് ചിന്തിക്കുന്നവരാ. അവരൊന്നും ഇല്ലാത്തവരെ പോലെ തന്നെ ജീവിക്കുന്നത്. ബിക്കോസ് ഈ ബില്ല്, ഈ ഡോളർ ബില്ലോ അല്ലെങ്കിൽ റുപ്പീസോ, ഇത് കാശ്, ഇത് കയ്യിലിരിക്കുന്നിടത്തോളം കാലം വെറും പേപ്പറാണ്. അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ അതിന് രൂപ എന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെയല്ല. ഐ പ്രോമിസ്, ഇന്ത്യൻ റുപ്പിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഐ പ്രോമിസ് ടു പേ ദ ബെയർ ദ സം ഓഫ് 100 rupees. അത് കിട്ടണ്ടേ, എക്സ്ചേഞ്ച് ചെയ്യണ്ടേ? ചെയ്യില്ല. ഞാൻ വിചാരിക്കുക ഇവിടെ 2 ലക്ഷം രൂപയുടെ 5 ലക്ഷം രൂപയുടെയൊക്കെ സാരി ഉണ്ട് ഇന്ത്യയിൽ. ഈ കാഞ്ചീപുരത്തൊക്കെ നെയ്യുന്ന ഒത്തിരി നാൾ കഷ്ടപ്പെട്ടു, 1 വർഷം കൊണ്ടൊക്കെ ഒരാൾ നെയ്തെടുക്കുന്നത്. ഞാൻ പറയും ഇത്രയും കാശുണ്ട് അതൊരെണ്ണം പോയി വാങ്ങിച്ചാൽ ആ നെയ്യുന്ന ഒരാൾക്ക് 5 രൂപ കിട്ടും. അത് വണ്ടി ഓടിച്ചവിടെ കൊണ്ടുവന്നയാൾക്ക് ഒരു 5 രൂപ കിട്ടും. എവിടെയെങ്കിലും ഒന്ന് ചെലവാക്കി ആർക്കെങ്കിലും 5 രൂപ കിട്ടും. പക്ഷെ ഇത് ചുമ്മാ വെച്ചിരിക്കുന്ന, നിങ്ങൾ ധാരാളിത്തമായിട്ട് ചെലവാക്കരുത്. ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിളാണ്, ഒരു അങ്ങേയറ്റത്തെ എക്സ്ട്രീമാണ് ഞാൻ പറഞ്ഞത്. ആർക്കാണ് 5 ലക്ഷം രൂപയുടെ സാരി ആർക്കാ വേണ്ടത്? ഒരാൾക്കും അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ചുമ്മാ വെക്കുന്നതിനേക്കാളും ഒരു 5 രൂപ ബിസിനസ്സിലോട്ട് ഒഴുകിയാൽ ഒരു പാവപ്പെട്ടവൻ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ദാറ്റ് ഈസ് എക്കണോമി. അപ്പൊ സമൃദ്ധിയായ ജീവൻ എന്ന് പറഞ്ഞാൽ സമൃദ്ധിയായിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കുന്ന ജീവനല്ല, സമൃദ്ധിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന ജീവനാണ്. ഇത് കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷെ പാസ്റ്റർമാർ വാങ്ങുള്ളൂ, വേറെ കാര്യം. എന്നെ കർത്താവ് ജീവിതത്തിൽ പഠിപ്പിച്ചൊരു കാര്യമാണ്, എത്ര വാങ്ങുന്നു അതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നവനായിരിക്കണം. അപ്പൊ വാങ്ങുന്നതൊക്കെ കൂടുതൽ എങ്ങനെ കൊടുക്കുന്നത്? അതൊക്കെ സംഭവിച്ചോളും, കുഴപ്പമൊന്നുമില്ല. ദാറ്റ്സ് ഗോഡ്സ് എക്കണമി. ഇത് സമൃദ്ധിയായ ജീവൻ ഇങ്ങനെയൊക്കെയാ. അല്ല നമ്മൾ ഇഷ്ടംപോലെ കാശ് നമ്മുടെ ബാങ്കിലുണ്ട്, ഒരു പ്രശ്നമില്ല, ഇതല്ല സമൃദ്ധിയായ ജീവൻ. ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് പിരിയാം.
ഞങ്ങളുടെ കൂടെ ഒരു സഹോദരനുണ്ട്. അദ്ദേഹം കാനഡയിൽ, ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, PR ഒക്കെ കിട്ടുന്ന ആ പേപ്പർ എന്നെ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഡിനൈ ചെയ്തു. നല്ല ജോലി, സെറ്റിൽ ആവേണ്ടതായിരുന്നു, ഭയങ്കര ലോകപരമായ സമൃദ്ധി ജീവിക്കേണ്ട ആളായിരുന്നു. അദ്ദേഹം അത് വിട്ടിട്ട് ഒരു മധ്യപൂർവേഷ്യ രാജ്യത്ത് മിഷണറി ആയിട്ട് പോയി. പേര് പറയാൻ പറ്റത്തില്ല, ഭയങ്കര ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അദ്ദേഹം അവിടെ മിഷണറിയാണ്, അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പം അവധിക്ക് വന്നിട്ട് പിന്നെയും പോകാൻ റെഡിയാവാൻ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കും. ടിക്കറ്റ് മിക്കവാറും മാർച്ച് ആഴ്ച പോകും. എങ്ങനെ അങ്ങനെ പോകാൻ പറ്റുന്നറിയോ? എവിടെയും കൊണ്ടേ കളയാൻ മാത്രം ജീവനുണ്ട്. ഭയങ്കര എവിടെയും ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യാം, കാരണം ഹീസ് എൻജോയിങ് ദാറ്റ് അബണ്ടൻസ് ഓഫ് ക്രൈസ്റ്റ് ലൈഫ്. അതുകൊണ്ട് ഒന്നും ഇല്ലാത്തവരാണെന്ന് ഓർത്ത് വിഷമിക്കേണ്ട, ഒന്നും കിട്ടുന്നില്ല എന്നോർത്ത് വിഷമിക്കേണ്ട, എല്ലാം കിട്ടിയെന്ന് ഓർത്ത് സന്തോഷിക്കുകയും വേണ്ട. എത്ര പറക്കിയാലും അവസാനം നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ നിത്യജീവൻ കർത്താവിന് പ്രാപിച്ചതെന്ന് മാത്രമേ കണക്കുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമ്മുടെ പിള്ളേരോ മക്കളോ മക്കളുടെ മക്കളോ ആരെങ്കിലും കുറേ നാൾ അനുഭവിക്കും. അത് കഴിഞ്ഞ് ഇത് ആര് കൊണ്ടുപോകും ആർക്കറിയാം. ഇത്രയും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുവാൻ ഈ അവസരം എനിക്ക് ലഭിച്ചതിന് ദൈവത്തിൻ്റെ ജീവൻ അനുഭവിക്കാൻ അതൊരു കാരണമായി മാറുമെന്നും ഉള്ള പ്രത്യാശയോടെ ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.